ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി വൈകിട്ട് 3-ന് അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അടുത്ത 10 വർഷത്തേക്ക് 28,840 കോടി രൂപ ചെലവിൽ പരിഷ്കരിച്ച ഉഡാൻ നടപ്പാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പ്രശസ്ത ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി വൈകിട്ട് അവസാനിക്കും. 3 വരെയാണ് പത്രിക പിൻവലിക്കാവുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം വ്യക്തമാകും. 140 മണ്ഡലങ്ങളിൽ 985 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരരംഗത്ത്. സൂക്ഷ്മപരിശോധനയിൽ 357 പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. 1754 പത്രികകൾ സാധുവായി കണ്ടെത്തി. സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സെറ്റ് പത്രിക മിക്ക മണ്ഡലങ്ങളിലും നൽകിയിരുന്നു. ഇതുവരെ 14 പേർ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. ഡമ്മി സ്ഥാനാർത്ഥികളും അപരന്മാരും പത്രിക പിൻവലിക്കുന്നതോടെ മത്സരരംഗത്തെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമാകും. തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണത്തിന് ഇനി 13 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അവസാന മത്സരചിത്രം ഇന്ന് വ്യക്തമാകുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ ശക്തമാകും. 3 പ്രമുഖ മുന്നണികൾ തമ്മിലാണ് എല്ലാ മണ്ഡലങ്ങളിലെയും മത്സരം. ഡെസ്ക് റിപ്പോർട്ട്. യുഡിഎഫിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നണിയുടെ മഹാറാലി കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വീണ്ടെടുക്കാൻ യുഡിഎഫ് തന്നെ വരണമെന്നും എൽഡിഎഫ് ഗവൺമെന്റ് നാടിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ കടബാധ്യത കൂടുകയാണെന്നും കേരള മോഡലായിരുന്ന ആരോഗ്യമേഖലയെ ഇടത് ഗവൺമെന്റ് തകർത്തതായും ഖാർഗെ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓൺലൈനായി റാലിയെ അഭിസംബോധന ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരും റാലിയിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. രാവിലെ കോതമംഗലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും മാർ ബേസിൽ ഗ്രൌണ്ടിലെ പൊതുപരിപാടി. വൈകിട്ട് തൃപ്പൂണിത്തുറയിലും വൈപ്പിനിലും കളമശ്ശേരിയിലും മുഖ്യമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. ബിജെപിയുടെയും എൻഡിഎയുടെയും പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 29-ന് കേരളത്തിലെത്തും. തൃശൂരിൽ അന്ന് വൈകിട്ട് പൊതുസമ്മേളനവും റോഡ് ഷോയും ഉണ്ടായിരിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അറിയിച്ചു. മുന്നണി സ്ഥാനാർത്ഥികളുടെ മണ്ഡലതല പ്രചാരണം പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ നിയമിച്ച മൈക്രോ ഒബ്സർവർമാരുടെ ഒന്നാംഘട്ട പരിശീലനം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിശീലനത്തിൽ 202 പേർ പങ്കെടുത്തു. പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും മൈക്രോ ഒബ്സർവർമാരാണ് നിരീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. ഹോം വോട്ടിംഗിന്റെ ക്രമീകരണങ്ങളും പൂർണ്ണമായി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ. 85 വയസ്സിന് മുകളിലുള്ള 18,800 പേരും ഭിന്നശേഷിക്കാരായ 22,928 പേരുമാണ് വോട്ടർ പട്ടികയിൽ മാപ്പ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 15 വരെ അപേക്ഷ നൽകിയവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ ഏകദേശം 40,000-ഓളം വോട്ടർമാർ ഹോം വോട്ടിംഗിലേക്ക് പോകും. അത് പോളിംഗ് ഡേന് മുമ്പ് തന്നെ 203 ടീമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മറ്റുള്ള പോളിംഗ് സ്റ്റാഫ്, പോലീസ് ഉദ്യോഗസ്ഥൻ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ എന്നടക്കമുള്ള BLO അടക്കമുള്ള ടീമായിരിക്കും ഇവിടെ പോവുക. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുള്ള പ്രകാരം BLAമാർക്കും ഇവരുടെ റൂട്ടുകളും സമയങ്ങളും എല്ലാം ഓരോ ദിവസവും അവരായിട്ട് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും എത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിലമ്പൂർ ഊട്ടി അന്തർ സംസ്ഥാന പാതയിൽ സ്പെഷ്യൽ പോലീസ് ചെക്ക് പോസ്റ്റിലെ പരിശോധന ഊർജിതമാക്കി. വഴിക്കടവ് ആനമറയിൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റിലാണ് പരിശോധന കർശനമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഈ നടപടികൾക്ക് ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷമടക്കം പിന്തുണ ഉറപ്പു നൽകിയതായും റിജിജു പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയും കപ്പൽ ഗതാഗത ഇടനാഴികൾ അടയ്ക്കുന്നതും ഉൾപ്പെടെ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ സാഹചര്യം സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു സർവകക്ഷി യോഗം. ഇന്ധനം, വിതരണ ശൃംഖല, രാസവളം എന്നിവയടക്കം മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 7 ശാക്തീകരണ സംഘങ്ങൾ രൂപീകരിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമായി US മുന്നോട്ടുവച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളി.
ആണവ പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്നും മിസൈൽ ശേഖരം കുറയ്ക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് തുറക്കണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം എന്നതുമുൾപ്പെടെ നിർദ്ദേശങ്ങളാണ് യുഎസ് മുന്നോട്ടുവച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനു പകരം ഇറാൻ 5 നിർദ്ദേശങ്ങൾ ഉന്നയിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടന്നുകയറ്റവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കണമെന്നും ഭാവിയിൽ ഇറാനെതിരെ സൈനിക നടപടികൾ ഉണ്ടാകരുതെന്നും യുദ്ധനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഹോർമുസ് കടലിടുക്കിനുമേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം എന്നതുമുൾപ്പെടെ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ടുവച്ചത്. അടുത്ത 10 വർഷത്തേക്ക് 28,840 കോടി രൂപ ചെലവിൽ പ്രാദേശിക കണക്ടിവിറ്റി സ്കീം പരിഷ്കരിച്ച ഉഡാൻ നടപ്പാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നിലവിൽ സർവീസില്ലാത്ത എയർ സ്ട്രിപ്പുകളിൽ 1000 വിമാനത്താവളങ്ങൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സർവീസില്ലാത്ത പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട പ്രാദേശിക വ്യോമയാന കണക്ടിവിറ്റിക്ക് വഴിയൊരുക്കും. 2031 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് 1800 കോടി രൂപ ബജറ്റ് വിഹിതത്തോടെ ഇമിഗ്രേഷൻ, വിസ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ, ട്രാക്കിംഗ് IVFRT പദ്ധതി തുടരുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് രാമനവമി. രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശ്വാസികൾക്ക് നവമി ആശംസകൾ നേർന്നു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അർത്ഥപൂർണമായ ജീവിതത്തിന്റെയും സന്ദേശമാണ് രാമന്റെ ഇതിഹാസം പകർന്നു നൽകുന്നതെന്ന് ദ്രൌപദി മുർമു സന്ദേശത്തിൽ പറഞ്ഞു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിനിടെയാണ് ബിൽ പാസായത്. ഇന്ത്യയിലെ നിരോധിത ഭീകര സംഘടനയെ പിന്തുണച്ച പാകിസ്ഥാൻ പ്രസ്താവനയെ ഇന്ത്യ പാടെ നിരസിച്ചു. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശത്തിന് പാകിസ്ഥാന് അവകാശമില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഭീകരവാദത്തെ എന്നും പിന്തുണച്ചുപോരുന്ന പാകിസ്ഥാന്റെ പ്രതികരണത്തിൽ അത്ഭുതമില്ലെന്നും ജയ്സ്വാൾ അറിയിച്ചു. റെയിൽവേയിലെ നൂതന ഫൈബർ ആശയവിനിമയത്തിനും സുരക്ഷാ സംവിധാനത്തിനും 1200 കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് 4.0 ഓട്ടോമാറ്റിക് സംവിധാനം കേരളം, തമിഴ്നാട്, കർണാടക സോണുകളിലെ 548 കിലോമീറ്റർ പാതയിൽ വ്യാപിപ്പിക്കുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ക്ഷാമമില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ IOC പമ്പുകളിലും ആവശ്യത്തിന് ഇന്ധനം സ്റ്റോക്കുണ്ടെന്ന് ചെയർമാൻ അരവിന്ദർ സിംഗ് സാഹ്നി അറിയിച്ചു. അടിസ്ഥാനരഹിതമായ കേട്ടുകേൾവികളിൽ ആശങ്കപ്പെട്ട് ഇന്ധനം വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ലെന്നും സാഹ്നി പറഞ്ഞു. പ്രശസ്ത ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 81-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്പൈസസ് ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഏലം, സ്പൈസ് ഇന്ത്യ എന്നിവയുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. ഏലം ഒരു ശീലമാക്കൂ എന്ന ഏലം ബോർഡിന്റെ പരസ്യവാചകം ശങ്കരനാരായണന്റേതാണ്. 70-ലേറെ ബാലസാഹിത്യ കൃതികൾ എഴുതി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, കുമാരനാശാൻ സ്മാരക കവിതാ സമ്മാനം, കുഞ്ഞിണി പുരസ്കാരം എന്നിവയടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചു. കൊച്ചി ആകാശവാണിയിൽ സ്ഥിരമായി സുഭാഷിതങ്ങളും അവതരിപ്പിച്ചിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് കൊച്ചി രവിപുരം ശ്മശാനത്തിൽ നടത്തും. ദേശീയ ഗീതമായ വന്ദേമാതരം ഇന്നു മുതൽ ആകാശവാണിയിൽ പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. രാവിലെ 5:55-നാണ് പ്രക്ഷേപണം. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി സ്റ്റേഷനുകൾ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഭാഗം മാത്രമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത്. പ്രശസ്ത ഹിന്ദി ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ചന്ദ്രശേഖർ വാസെ ആലപിച്ച പതിപ്പാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മാലിയിലാണ് മത്സരം. പത്തനംതിട്ട, കോന്നി, വള്ളിക്കോട്, വാഴമുട്ടം ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. 3 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി വൈകിട്ട് 3-ന് അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അടുത്ത 10 വർഷത്തേക്ക് 28,840 കോടി രൂപ ചെലവിൽ പരിഷ്കരിച്ച ഉഡാൻ നടപ്പാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പ്രശസ്ത ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.